ഹലോ. അപ്പോൾ നമ്മുടെ കൊലുസിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ 22ാമത്തെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് പരിചയപ്പെടാം. അപ്പോൾ ഇത് ടങ്കീസ് നൂലാണ്, നമ്മൾ ബീഡ്സ് കോർക്കെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് പകരം നമുക്ക് ഇതുപോലെ ഗിയർ വയർ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഗിയർ വയറിന് ഇത്ര സൈസ് എന്നൊന്നുമില്ല കേട്ടോ. ഗിയർ വയർ എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചാൽ മതി. അപ്പോൾ അത് ടങ്കീസ് നൂലിന് പകരം ഗിയർ വയർ ആയാലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് ബീഡ്സ്. അപ്പോൾ അതിൽ നമ്മളിവിടെ ക്രിസ്റ്റൽ ബീഡ് ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്. സിൽവർ ബ്ലാക്ക് ഒരു തീമിലാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ കൊലുസിൻ്റെ കൊളുത്താണ്. ഇത് നമുക്കൊരു 5 രൂപയ്ക്കൊക്കെ പെയർ വാങ്ങിക്കാൻ കിട്ടും. ഗോൾഡും കിട്ടും, സിൽവറും കിട്ടും. പിന്നെ വേണ്ടത് അതുപോലത്തെ സൈഡ് റിങ്. ഞാൻ ചെറിയ സൈഡ് റിങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതിന് സൈസ് ഇല്ല, നമ്മൾ സ്മോള് ബിഗ് എന്ന് പറഞ്ഞിട്ടാണ് അത് വാങ്ങിക്കുക. സൈസ് പറഞ്ഞ് വാങ്ങിക്കണേ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഗിയർ ലോക്കാണ് കേട്ടോ. അതാണ് ഗിയർ ലോക്ക്, സിൽവർ തന്നെ എടുത്തിട്ടുണ്ട്. ഇത് റെഡിമെയ്ഡ് ഗുങ്കുരൂസാണ്, നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. മെയിനായിട്ട് നമ്മളിത് പാദസരത്തിനാണ് യൂസ് ചെയ്യുക. അല്ലാതെ നമുക്ക് കമ്മലോ മാലയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. മെയിൻ പാദസരത്തിൻ്റെ ഗുങ്കുരുവാണ്. ഇത് സിൽവറും ഗോൾഡും കിട്ടും കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണിത് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ സൈഡ് റിങ്ങും അതേപോലെ തന്നെ ഗിയർ ലോക്കും ഇട്ടിട്ട് നമുക്ക് സൈഡ് റിങ്ങിനെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സൈഡ് റിങ്ങും ഗിയർ ലോക്കും നമ്മൾ കോർത്തതിന് ശേഷം സൈഡ് റിങ് ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ത്രെഡ് ആ ഒരു ഗിയർ ലോക്കിലൂടെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു ഭാഗം നമ്മൾ കോർത്തിട്ട് അതിനെ ലോക്ക് ചെയ്ത് കൊടുക്കും. ഗിയർ ലോക്ക് നമ്മുടെ സൈഡ് റിങ്ങിൻ്റെ അടുത്തേക്ക് വലിച്ച് കൊണ്ടുവന്നിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കും. പുതിയതായത് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും നമ്മൾ പുതിയതായിട്ട് ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളിപ്പോൾ മാലയോ അതുപോലെ തന്നെ ബ്രേസ്ലെറ്റിൻ്റെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയിനും ബ്രേസ്ലെറ്റ് മാലയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാത്തിൻ്റെയും ഇതുപോലെ ലോക്ക് ചെയ്യുന്നതൊക്കെ സെയിം ഒരു രീതിയിലാണ്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം 2 കരിമണി ബീഡ് ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഫസ്റ്റിൽ കോർത്ത ആ ഒരു ത്രെഡ് നിൽക്കുന്നുണ്ടാവും. അതിലൂടെ ജസ്റ്റ് ഒന്ന് കയറ്റി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം. ചെറിയൊരു പോർഷൻ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ ത്രെഡ് അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ത്രെഡിലൂടെയും കൂടി നമ്മുടെ ബീഡ്സ് ഇതുപോലെ ഒന്ന് കോർത്ത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ത്രെഡ് അവിടെ ബീഡ് അവിടെ ടൈറ്റായി. ഇനി നമ്മളിത് ഒരു ഗുങ്കുരു ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് 2 രീതിയിൽ ചെയ്യാം. 2 ക്രിസ്റ്റൽ ബീഡ് ഇട്ട് ഒരു ഗുങ്കുരു ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒറ്റ ക്രിസ്റ്റൽ ബീഡും ഒരു ഗുങ്കുരു, ആ മോഡലിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ 2 കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 2 ക്രിസ്റ്റൽ ബീഡ് ഇടുക, പിന്നെ ഒരു ഗുങ്കുരു, വീണ്ടും ഒരു 2 ക്രിസ്റ്റൽ ബീഡ്, ഗുങ്കുരു, ആ ഒരു പാറ്റേണിൽ നമുക്ക് ചെയ്തു പോകാം. ഇതാകുമ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഇതാണ് നല്ലതെന്ന്. കാരണം നമ്മൾ ഓരോന്ന് ഇട്ട് പോകുമ്പോൾ അവിടെ വല്ലാതെ ഒരു ഫ്ലെക്സിബിളായിട്ട് നമ്മുടെ പാദസരം കിടക്കാതെ വല്ലാതെ ടൈറ്റായിട്ടിരിക്കും. ഞാനത് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. കുറച്ച് ലൂസാക്കിയിട്ട് നമ്മൾ ലാസ്റ്റിൽ ലോക്ക് ചെയ്ത് കൊടുത്താലും മതി. എങ്കിലും അതിനേക്കാളും ഭംഗി എനിക്ക് മറ്റേതായിട്ടാണ് തോന്നിയത്. ഇതുപോലെ കണ്ടോ, ഓരോ ക്രിസ്റ്റൽ ബീഡും ഓരോ ഗുങ്കുരു അങ്ങനെ ഇട്ടിട്ടും ചെയ്യാം. 2 പാറ്റേൺ ഞാൻ കാണിക്കാം. നമുക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 2 ക്രിസ്റ്റൽ, ഒരു ഗുങ്കുരു, 2 ക്രിസ്റ്റൽ, ആ ഒരു പാറ്റേണിലാണ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എനിക്കതിന് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയത്. എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നല്ല അടിപൊളി പാദസരം. നമ്മൾ ശരിക്കും ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ലുക്കിൽ നമുക്കിത് മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. മക്കൾക്കെന്നല്ല, നമുക്കും ചെയ്തിടാനൊക്കെ പറ്റും. ഞാനിപ്പോൾ ഇത് മോളുടെ സൈസിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പുതിയ പുതിയ മോഡലുകൾ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അവർക്കും കൂടുതൽ ഇഷ്ടമാവുക. പിന്നെ ഇപ്പോൾ അവരുടെ കാലുമൊക്കെ എടുക്കണ കാണുമ്പോൾ അവർ ഫ്രണ്ട്സ് കണ്ടിട്ട് അവർ ഫ്രണ്ട്സിൻ്റെ അമ്മമാരൊക്കെ ചോദിച്ചാൽ നമുക്കതൊരു സെയിലായിട്ട് കിട്ടും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ പുതിയ വെറൈറ്റി മോഡലുകൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതേ നമ്മൾ ഈ ഒരു പാറ്റേണിൽ ഇതുപോലെ കോർത്തെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു പാറ്റേണിൽ തന്നെ കോർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു മോഡലിൽ ഈ ഒരു ഇതിൽ തന്നെ നമുക്കത് മാലയായിട്ടും ചെയ്യാം. ആ ഒരു സൈഡ് റിങ് കോർത്ത സൈഡിൽ നമുക്ക് ബാക്ക് ത്രെഡ് ഇട്ടിട്ട് മാലയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ചെയിൻ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് എന്ന് പറയുന്നത് നമ്മളെ സൈഡിൽ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഭാഗം പഠിച്ചെടുക്കുക എന്നുള്ളൂ. സൈഡ് റിങ്ങും ഗിയർ ലോക്കും ഇട്ടിട്ട് എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളത്. പിന്നെ വരുന്നത് നമ്മുടെ ഗോൾഡൻ ചെയിനൊക്കെ ചെയ്ത് വരുന്ന പുതിയ ഡിസൈനുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ബേസിക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യുക, എങ്ങനെയാണ് ലോക്ക് ചെയ്യുക എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാതെ, ആദ്യത്തെ വീഡിയോസൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുമെങ്കിലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇനി നമ്മളിത് ലാസ്റ്റിലും ആദ്യം ചെയ്ത പോലെ തന്നെ സൈഡ് റിങ്ങും ഗിയർ ലോക്കും ഇട്ട് ലോക്ക് ചെയ്യാണ്. ആ ഒരു പൊസിഷനിൽ എനിക്ക് ത്രെഡ് കുറച്ച് കുറവായി. നിങ്ങൾ എടുക്കുമ്പോൾ സൈസ് കറക്റ്റായിട്ട് എടുക്കുക. കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട്, സൈസിൻ്റെക്കാളും കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ത്രെഡ് നമ്മൾ ഗിയർ ലോക്കിലൂടെയും ഫസ്റ്റത്തെ ബീഡിലൂടെയും കൂടി കോർത്തിട്ടാണ് കേട്ടോ ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് നമുക്ക് അതൊരു പെർഫെക്ഷനിൽ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ഗിയർ ലോക്കിലൂടെ മാത്രമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ബാലൻസ് വരുന്നത്
പിന്നെ ബീഡിലൂടെ കടത്തിയെടുക്കാൻ നിൽക്കണം. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൽ നല്ലത് ഒരു ബീഡിലും കൂടി ഇട്ടിട്ട് നമ്മൾ കോർത്തിട്ട് കട്ട് ചെയ്ത് കളയാണ് നല്ലത്. അപ്പോൾ ഇവിടെ നമ്മൾ വലിച്ച് ഇതുപോലെ നമ്മുടെ ബീഡിൻ്റെ അടുത്തേക്ക് വരണം. ഗിയർ ലോക്കും സൈഡ് റിങ്ങും ഒക്കെ നമ്മുടെ ബീഡിൻ്റെ അടുത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ വലിച്ചു കൊടുക്കണം. പിന്നെ നിങ്ങൾ വല്ലാതെ ടൈറ്റ് ചെയ്തിട്ട് ഇത് ലോക്ക് ചെയ്ത് കൊടുക്കരുത്. നമ്മൾ ചെയിനൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ലൂസ് ആവാതെയാണല്ലോ ചെയ്യാം, ഗ്യാപ്പ് വരുന്നത്. പക്ഷേ ഇതങ്ങനെ ചെയ്യരുത്. കുറച്ചൊരു ലൂസ് വേണം ബീഡ്സിൻ്റെ ഇടയിൽ. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഗുങ്കുരു കറക്റ്റായിട്ട് നിൽക്കില്ല, ടൈറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതിങ്ങനെ മുകളിലേക്ക് താഴേക്കായിട്ട് നിൽക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപാട് ലൂസ് കൊടുക്കാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ചെയ്തും ബീഡ്സിൻ്റെ ഇടയിൽ വരാനും പാടില്ല. അപ്പോൾ ബീഡ്സ് ഒന്ന് ചെറുതായിട്ട് ലൂസായിട്ട് കിടക്കുക. അപ്പോൾ നമ്മുടെ ഗുങ്കുരൂസൊക്കെ കറക്റ്റ് നിൽക്കും. അപ്പോൾ അതാണ് ഞാനിവിടെ 2-3 പ്രാവശ്യമായിട്ട് ഇതിങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യുന്നത്. ആ ഒരു ഗ്യാപ്പ് കറക്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോസ് ഇട്ട സമയത്തൊക്കെ നിങ്ങൾക്ക് ഇതെങ്ങനെ കണക്ട് ചെയ്യാം, ഇതെങ്ങനെ ഗിയർ ലോക്കിട്ട് ലോക്ക് ചെയ്യാം എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഇതുപോലെ പുതിയ മോഡൽ, അതാണ് ഞാൻ ബേസിക്കായിട്ട് ആദ്യം തുടങ്ങി പറയാത്തത്. ഇപ്പോൾ ബ്രേസ്ലെറ്റിലൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഗിയർ ലോക്കൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീണ്ടും പാദസരത്തിൽ പറയാത്തത്. ആ വീഡിയോസ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്കിലും ഞാൻ കുറച്ചൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കയറി നോക്കുക. നമ്മൾ ജ്വല്ലറി മേക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് തന്നെ വീഡിയോസ് ലാസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 23ാമത്തെ ക്ലാസ്സാണ് ഇത്. 22 ക്ലാസ്സും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ ക്ലാസ് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും അങ്ങനെ പറയാമെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ലാഗാവും, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും പറയുന്നത്. ഇനിയും ചെയിൻ വരുന്ന സമയത്തും ഞാനിതുപോലെ വെറൈറ്റി, ആദ്യത്തെ 1-2 മോഡൽ ഞാൻ സിമ്പിളായിട്ടുള്ളത് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നമുക്ക് വെറൈറ്റി മോഡലുകൾ ചെയ്യാം. അതായിരിക്കുമല്ലോ നിങ്ങൾക്ക് കൂടുതലും യൂസ്ഫുൾ ആവുന്നത്. എല്ലാവരും ചെയ്യുന്ന പോലത്തെ ഓരോ മോഡലിൽ ചെയ്തതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ബ്രേസ്ലെറ്റിലായാലും നമ്മൾ വെറൈറ്റി മോഡൽസാണ് അധികവും ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 1-2 വീഡിയോ മാത്രമാണ് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെയൊക്കെ നമ്മൾ വെറൈറ്റി മോഡലുകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഐഡിയ തന്നാൽ അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആ ഒരു ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്കും പുതിയതായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയിനിലൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി നോക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ പാദസരം നമ്മളിവിടെ സൈഡ് റിങ്ങൊക്കെ കണക്ട് ചെയ്ത് കോർത്തെടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ആ ബീഡ്സൊക്കെ ആ ഒരു ഗുങ്കുരുവൊക്കെ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ സൈഡ് റിങ്ങിലേക്ക് നമ്മുടെ കൊളുത്തിനെ കണക്ട് ചെയ്ത് കൊടുക്കാം. അത് എളുപ്പമാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സൈഡ് റിങ് ഇടാതെ കൊളുത്ത് വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷെ അതിലും നല്ലത് ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് കേട്ടോ. കാരണം നമുക്ക് കൊളുത്ത് അകത്തിയിട്ടാണല്ലോ കാലുമഴയ്ക്ക് ഇടുന്നത്. ആ കൊളുത്തിൻ്റെ സൈഡ് നമ്മൾ ജസ്റ്റ് അകത്തിയിട്ടാണ് കാലുമഴയ്ക്ക് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഊരിപ്പോവാൻ സാധ്യതയുണ്ട്. ഇതുമെന്ന് എത്ര ലോക്ക് ചെയ്താലും ഇതുപോലെ അകത്തണ സമയത്ത് നമ്മൾ അതിൽ നിന്ന് ആ ഒരു ത്രെഡിൽ നിന്ന് ഊരിപ്പോവും. അപ്പോൾ അതിലും നല്ലത് നമ്മൾ സൈഡ് റിങ് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ നമ്മൾ അതിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതായിരിക്കും ബെറ്റർ. നിങ്ങൾ ഈ ഒരു കൊളുത്തിനെ ത്രെഡിലേക്ക് ലോക്ക് ചെയ്ത് കൊടുക്കുന്നതിൽ നല്ലത് സൈഡ് റിങ് ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ 2 സൈഡും കൂടി നമ്മൾ ഇതിലേക്ക് കോർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാദസരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമായി, വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റും നമുക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷനാണ്. ഞാൻ തുടക്കത്തിലൊന്നും ഇത്രയും വീഡിയോസ് ഒന്നും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്നൊന്നും അറിയില്ലായിരുന്നല്ലോ. പക്ഷേ നിങ്ങൾ തുടക്കം മുതൽ ഇതുവരെ എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വീഡിയോസ് 22 വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റി. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഇടയ്ക്ക്. എങ്കിലും അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ നല്ല സപ്പോർട്ടിലുള്ള കമൻറ്റുകൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ യൂസ്ഫുള്ളായ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാൻ മറക്കണ്ട.